8 മണി. തണുത്ത കാറ്റ് തുറന്നിട്ട ജനലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. തണുത്ത കാറ്റിൽ ഇഷാനിയുടെ മുടിയിഴകൾ പാറിക്കളിച്ചു. അവൾ പതിയെ കണ്ണു തുറന്നു നോക്കി. ചെറിയ ചിരി അവിടെ ചുണ്ടിൽ വിളർന്നു. You're the light, you're the night, you're the color of my blood, you're the cure, you're the pain, you're the only thing I wanna touch. Never knew that. നാശം, രാവിലെ ആരാണാവോ? അവൾ മുഷിച്ചിലൂടെ ഫോണെടുത്ത് നോക്കി. കാലിൽ എന്തടി മരപ്പെട്ടി രാവിലെ. മറുവശത്ത് നിന്ന് അവളുടെ ശബ്ദം കേട്ടു. ഷേ, മൂടുപോയി. എടി കൊമ്പേ, നീയല്ലേ പറഞ്ഞത് രാവിലെ വിളിച്ചു നോക്കാൻ? എന്നിട്ട് നീ എന്നോട് ബാല? അപ്പുറത്ത് നിന്ന് പരിഭവത്തോടെയുള്ള അമ്മോന്റെ ശബ്ദം കേട്ടു. അയ്യോ സോറി മുത്തേ. ആയിക്കോട്ടെ. അല്ല, നീ എവിടെയാ? റിസോർട്ടിലെത്തിയോ? ഏയ് ഇല്ലടാ, ഞാൻ എഴുന്നേറ്റ് കുളിച്ചു. അമ്മ നല്ല ദോശയും ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിക്കാൻ പോകാൻ തുടങ്ങുക. അപ്പൊ അല്ലേ നിന്റെ കാര്യം ഓർത്തെ? ഓഹോ, ആണോ? അല്ല, മോൾ ഇങ്ങനെ കിടക്കാതെ എണീറ്റ് റെഡി ആയിക്കേ. 10 ഹാജരായില്ലെങ്കിൽ അറിയാലോ, ആ മരപ്പെട്ടി മാനേജർ നമ്മളെ തട്ടും. എനിക്കോടെ അമ്മൂസേ, ഇഷാനി ചിരിയോട് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ. ഓക്കെ. മോന്റെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ഇഷാനി റെഡിയാകാനായി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. റെഡിയായി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഇഷ തന്നെ ഒന്ന് വിലയിരുത്തി. പഴയ ഇഷാനിയിൽ നിന്നുള്ള ഇപ്പോഴത്തെ എന്നിലേക്കുമുള്ള മാറ്റം ഒരുപാട് മാറി. ഞാൻ ഒരുപാട് നിന്നിൽ നിന്ന് എനിക്കകലെ ഇങ്ങനെയൊക്കെ അല്ലേ മതിയാകും. കണ്ണുകൾ ഈറനടിയുന്നത് അവൾക്ക് തടുക്കാനായില്ല. അവന്റെ സമ്മതം ചോദിക്കാതെ ആ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്ത്. അമ്മോസ്. ഇഷ, തന്നെ എവിടെയാ? ഞാൻ എത്തിയിട്ടോ. പരിഭവത്തോടെയുള്ള അവന്റെ ശബ്ദം കേട്ട് ഇഷാനി, ഈ മനസ്സ് ഞാൻ ഇപ്പൊ വരാം. ഇഷ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്റെ ഒരുക്കം പൂർത്തിയാക്കി. എന്നിട്ട് കണ്ണയുടെ മുന്നിൽ നിന്ന് സ്വയം വിലയിരുത്തി. സമയം 10 അടുത്താവുന്നു. ഇഷാനി ഇപ്പോഴും മൂടി നിൽക്കുന്ന വഴിയിലൂടെ തന്റെ ആക്റ്റീവയുമായി മുന്നോട്ട് നീങ്ങി. റിസോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ചെറു ചിരിയോടെ ഇഷ അവളുടെ അരികിലേക്ക് പോന്നു. അമ്മ, നീ നേരത്തെ എത്തിയോ? ഏയ്, ഇപ്പൊ വന്നേ ഉള്ളൂ. 1.5 മണിക്കൂർ. എന്തേ? പുച്ഛത്തോടെയുള്ള സംസാരം കേട്ട് ഇഷാനി ചോദിച്ചു. എന്റെ ചുന്ദരിക്കുട്ടി കലിപ്പായിരുന്നു. ഏയ്, ഒരു കലിപ്പുമില്ല. അറിയാലോ, ഇന്നുള്ള ഗസ്റ്റുകളുടെ ലിസ്റ്റ് കണ്ട് തന്നെ ഉള്ള ബോധം പോയിരിക്കാം. വന്ന് കയറിയപ്പോ തന്നെ മാനേജർ കാലന്റെ ഇപ്പൊ തന്നെ സമാധാനായി. നീ ലേറ്റ് ആയതിനെ കൂടെ എനിക്ക് കിട്ടിയപ്പോ വാവ്, എന്താ ഒരു സമാധാനം. കഴിച്ച ദോശയും ചമ്മന്തിയും വരെ ദഹിച്ചു. അവൾ സങ്കടത്തോടെ പറഞ്ഞു. അവളുടെ മുഖത്തെ നിഷ്കളങ്കത ഇഷയുടെ മനസ്സിലും ചെറിയൊരു വേദന ഉണ്ടാവും. സോറി, ഇഷ അവളെ നോക്കി പറഞ്ഞു. അമ്മൂസ് അവളെ ചിരിയോടെ നോക്കിട്ടു. ബട്ട് ഇതെനിക്ക് പൊത്തിരിയല്ലോ. ബാ, നമുക്ക് ചെല്ലാം. എന്നിട്ട് ബാക്കിയുള്ളവർ കൂടി വാങ്ങിയിട്ട് ചിരിയോടെ ഇഷാനിയെ വിളിച്ച് അമ്മു മുന്നോട്ട് പോയി. എനിക്കൊന്നും മനസ്സിലായില്ല അല്ലേ? പറഞ്ഞു തരാം. ഇഷാനിയും അമൃത എന്ന അമ്മു സുഹൃത്തുക്കളാണ്. അവർ ഒരു വലിയ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിൽ ക്രിയേറ്റീവ് ഡിസൈനേഴ്സ് ആണ്. ഈ കഥയിൽ ഞാൻ പറയാൻ പോകുന്ന ഇവരുടെ സുഹൃത്ത് ബന്ധത്തെയും പ്രണയത്തെയും പറ്റിയാണ്. തുടങ്ങിയാലോ? ഡാസ്ലർ മുംബൈയിൽ തന്നെ ബെസ്റ്റ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് അവരുടെ മറ്റൊരു പ്രോജക്റ്റിനായി അവിടുത്തെ ബെസ്റ്റ് ഹോട്ടലായ ദ ലീല മുംബൈ റിസോർട്ടിൽ വന്നിരിക്കുകയാണ്. വലിയൊരു ബിസിനസ്സുകാരന്റെ കല്യാണ റിസപ്ഷൻ അതിന്റെ വർക്ക് ഡാസ്ലർ ടീമിനാണ് കിട്ടിയിരിക്കുന്നത്. കുറെ ദിവസമായി ഉറക്കം കളഞ്ഞ് വർക്ക് ചെയ്യാണ് ഇവർ. ഇന്നാണ് റിസപ്ഷൻ അതിന് തിരഞ്ഞെടുപ്പ്. സമയം 7:30. കല്യാണത്തിന്റെ റിസപ്ഷന്റേതായ ദിവസം. സ്റ്റേജ് ഡിസൈൻ അവർ എന്നത്തെ പോലെയും ഗംഭീരമാക്കി. ഡിസൈനുകൾ ആരെയും മനമയക്കാൻ സാധിക്കുന്നവയായിരുന്നു. എല്ലാരും റെഡിയായോ? ഇഷ തന്റെ വോക്കി ടോക്കിയുടെ എല്ലാവർക്കും നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു. അമ്മു, എല്ലാരും റെഡിയാണോ? ഇഷ റെഡിയാണ്. ലൈറ്റ് ഫ്ലവേഴ്സ് എല്ലാം. അമ്മു മറുപടി നൽകി. ഓക്കെ,
കപ്പിൾ സെൻട്രിയാണ്. ഒന്നും കൂടെ എല്ലാം ചെക്ക് എപ്പോഴൊക്കെ ഫാസ്റ്റ്. അമൃതയെല്ലാം ടീമും കറക്റ്റായി ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി കപ്പിൾ സെൻട്രി. കപ്പിൾ സെൻട്രി വളരെ മനോഹരമായിരുന്നു. രാത്രിയുടെ മനോഹരതയിൽ ലൈറ്റുകൾ ഓണായപ്പോൾ ആരെയും മനം മയക്കുന്ന ഒരു അന്തരീക്ഷം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് റെഡ് ഡാൻസ്. നമ്മുടെ വധുവരന്മാരുടെ എൻട്രി. വധുവിന്റെ സഹജമായ നാണത്തോടെ വരന്റെ കൈകളിൽ ചേർത്ത് പിടിച്ച് അവർ സ്റ്റേജിൽ കയറി. ക്യാമറ കണ്ണുകളെല്ലാം അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ പല രീതിയിലുള്ള പിക്ചേഴ്സ് എടുത്തുകൊണ്ടിരുന്നു. VIP ഗസ്റ്റ് എല്ലാ ആളുകളും അവർക്കരികിൽ വന്നു. ഇഷാനിയും അമ്മു അവരുടെ ഡ്യൂട്ടി കറക്റ്റായി ചെയ്തുകൊണ്ടിരുന്നു. കപ്പിൾസിന്റെ ഡാൻസ് ടീം നന്നായി വർക്ക്ഔട്ട് ചെയ്തു വെച്ചത് ആർക്കും ഒരു കുറ്റമോ കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലെ അതിഗംഭീരമായിരുന്നു. പ്രോഗ്രാം എല്ലാം തീർന്നു. പാക്കിങ്ങിന് ഏതാണ്ട് രാവിലെ 3 മണിയോടടുത്തായിരുന്നു. അവരുടെ ടീംസ് എല്ലാം കറക്റ്റ് ആയോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം അമ്മുവും ഇഷാനിയും കൂടി അമ്മുവിന്റെ വീട്ടിലേക്ക് പോയി. അമ്മുവിന്റെ വീട് സമയം 2. അമ്മു, ഇഷ, മക്കളെ എണീക്ക്. അമ്മുവിന്റെ അമ്മ ഞങ്ങളെ തട്ടി എണീപ്പിച്ചു. ഇഷാനി പതിയെ കണ്ണു തുറന്നു നോക്കി. പുഞ്ചിരിയോടെയുള്ള അമ്മയുടെ മുഖം കണ്ട് അവളുടെ കണ്ണുകൾ കുളിർമ കൊണ്ടു. അവൾ പതിയെ സൈഡിലേക്ക് നോക്കി. പെട്ടെന്ന് ചിരിക്കണോ കരയണോ എന്ന് പോലും അവസ്ഥയിൽ അവൾ ഇരിക്കുകയാണ്. അമ്മയും ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ്. പാണ്ടി ലോറി കയറിയ തവള ഇന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു. അമ്മ ഒറ്റ അടി കൊടുത്തു. അയ്യോ, എന്നെ വണ്ടി ഇടിച്ച്, അയ്യോ. അമ്മ നിലവിളിയോടെ ചാടി എഴുന്നിട്ട്, എന്താടി എന്തു പറ്റി? അയ്യോ, എന്നെ വണ്ടി ഇടിച്ചു. ഒരു ലോറി പാഞ്ഞു വന്നു ഒറ്റ ഇടി. നമ്മുടെ ജഗദീഷിന്റെ സ്റ്റൈലിൽ അമ്മ വന്നു. ഇടി കുരുപ്പൻ, ലോറിയല്ല, ഞാനാ ഇടിച്ചേ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അമ്മ നോക്കി. കലിപ്പോടെ അമ്മ ഇരിക്കുന്ന കണ്ട് അവൾ കണ്ടുകൊണ്ട് നിന്ന് ഇഷാനിയെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട്. മാതാജി, യോ, നിങ്ങൾ എന്റെ പുറം പള്ളിപ്പുറം ആക്കിയില്ലേ? അതിനിങ്ങനെ തല്ലണോ? അമ്മോന്റെ വേദന തന്നു. അയ്യോ മോളെ, വേദനിച്ചോ? അവളുടെ അരികിൽ ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. എന്നാലും ഇഷയെ ചേർത്ത് പിടിച്ച കൈ അപ്പോഴും അവര് വിട്ടിരുന്നില്ല. അമ്മയുടെ മുഖം മാറിയപ്പോഴേക്കും അമ്മയുടെ അരികിൽ ചെന്നു. അയ്യേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ, എനിക്ക് വേദന ചെന്നില്ല. പറ്റിച്ചേ. അമ്മക്കൊരു സങ്കടായോ? അമ്മുവിന്റെ ചിരിച്ച മുഖം മാത്രം മതിയായിരുന്നു ആ അമ്മയുടെ മനസ്സ് നിറയാൻ. അവർ ചിരിയോടെ അമ്മുവിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മക്കൾ റെഡിയായി വാ. നിങ്ങൾ വന്നതുകൊണ്ട് അച്ഛൻ ഇന്ന് ലീവ് എടുത്തിട്ടുണ്ട്. അമ്മ 2 പേടെന്നിട്ട് ഒരു ഉമ്മ കൊടുത്ത് താഴേക്ക് പോയി. 2, 3. നിങ്ങൾക്ക് ഇപ്പോഴും ഒരുപാട് കാര്യങ്ങളെ ക്ലാരിഫിക്കേഷൻ കിട്ടാവുന്നല്ലേ? ഞാൻ പറഞ്ഞുതരാം. അമ്മു എന്ന അമൃത നമ്മുടെ ഇഷാനയുടെ അടുത്ത കൂട്ടുകാരി. അവൾ ആകെ ഉണ്ട് ഒരേ ഒരു സുഹൃത്ത് എന്നും പറയാം. മുംബൈയിലെ ആക്സിസ് ബാങ്കിലെ മാനേജറാണ് ശിവരാമൻ നായർ. ഭാര്യ ഗീത നായർ, ഒരു പാവം വീട്ടമ്മ. അവരുടെ ഒരേ ഒരു മകൾ അമൃത, അവരുടെ സ്വന്തം അമ്മൂട്ടി. ഇഷയും അമ്മുവും റെഡിയായി താഴേക്ക് ചെന്നു. അവിടെ അവരെ കാത്ത് ശിവരാമൻ ഉണ്ടായിരുന്നു. ടിവിയിൽ ന്യൂസ് കാണുകയാണ്. തലേ ദിവസത്തിന്റെ കല്യാണത്തിന്റെ കാര്യങ്ങൾ ന്യൂസ് റീഡർ പറഞ്ഞുകൊണ്ടിരുന്നു. മുംബൈയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്സുകാരന്റെ മകനായതിനാൽ അതിന് വലിയ വാർത്താ പ്രാധാന്യം കാണുമല്ലോ. അച്ഛാ, അമ്മു ശിവരാമന്റെ അരികിൽ വന്ന് സോഫയിൽ ഇരുന്നു. അദ്ദേഹത്തിന്റെ അരികിൽ ചേർന്നിരുന്നു. അമ്മു, മോളെ, അച്ഛൻ മക്കളുടെ വർക്ക് കാണുമായിരുന്നു, നോക്ക്. അദ്ദേഹം ടിവിയിലോട്ട് കണ്ടു. അമ്മുവും അങ്ങോട്ട് നോക്കി. നല്ല പ്രൊഫഷണൽസും ഉണ്ട്. എല്ലാത്തിലും അമ്മയുടെ തലയിൽ തലോടിക്കൊണ്ട് ശിവരാമൻ പറഞ്ഞു, അല്ല, എവിടെ നിന്റെ വാല്? കണ്ടില്ലല്ലോ. ഞാനിവിടെ ഉണ്ട് അച്ഛാ. ശിവരാമനും അമ്മും പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പ് പുറകിൽ നിന്ന് സൗണ്ട് കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ ഫോണായി സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരുന്ന ഇഷയാണ് കണ്ടത്. എടാ, ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അവൻ നാളെ രാവിലെ 10 മണിക്ക് അവിടെ നമ്മൾ എത്തിച്ചെല്ലണമെന്ന് പറഞ്ഞു. പിന്നെ കുറെ തവണ ഷർമ വിളിച്ചു എന്നാ പറഞ്ഞു. ഇഷാനി അമ്മുവിനോട് പറഞ്ഞു, അയ്യോ ആണോ? ഫോൺ ബാഗിലാണ്, ഞാൻ എടുത്തില്ല. നീ സാരമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ട് കൂട്ടിച്ചെന്നു. എന്റെ ഒരു കാര്യം. അമ്മുവിന്റെ കാട്ടിക്കൊട്ടൽ കണ്ടു ഗീതം, എന്താ മക്കളെ, വലിയ ചിരിയിലാണല്ലോ. അവർ അവരുടെ അടുത്തേക്ക് വന്നു. ഗീതമ്മയുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്. എന്താ അമ്മ കയ്യിൽ? സമോസയാണ്. ഇത്രയും താമസിച്ച സ്ഥിതിക്ക് നിങ്ങൾ ചോറ് കഴിക്കൂലല്ലോ.
അതുകൊണ്ട് ചൂടോടെ ഉണ്ടാക്കി വെച്ചതാ. പാത്രം നീട്ടുന്നതിന് മുന്നേ അമ്മ അതിൽ കൈയിട്ട് വാരുന്നു. ഡി, നിനക്ക് ഒറ്റയ്ക്ക് തിന്നാ മതിയോ? വിഷമ കൂടെ കൊടുക്ക്. സോറി, ഭക്ഷണമെങ്കിൽ അവൾ എടുക്കും. വേണമെങ്കിൽ എടുക്കട്ടെ, അതിൽ നോ കോംപ്രമൈസ്. ഈ പെണ്ണ്. ഇന്നമ്മള് ശിവരാമൻ ഇഷാനിക്ക് വേണ്ടി സമോസ എടുത്ത് നൽകി. അവൾ ചിരിയോടെ വാങ്ങി. അതിൽ നിന്ന് കുറച്ചെടുത്ത് ശിവരാമന് നൽകി, കുറച്ച് അമ്മയ്ക്കും. അവർ ചിരിയോടെ അത് വാങ്ങി. അവരെങ്ങൊന്നും കഴിക്കാറില്ല, പക്ഷെ ഇഷ തരുമ്പോൾ അത് നിരസിക്കാറുമില്ല. ഇഷയ്ക്കും അതറിയാം. കഴിച്ചുകൊണ്ട് ഗീത നോക്കിയപ്പോ കയ്യിലിരിക്കുന്നത് തിന്നുമ്പമുണ്ട്. ഇഷയുടെ കയ്യിൽ നിന്ന് കഴിക്കുന്നുണ്ട് അമ്മ. ഈ ഫുഡ് നമ്മൾ വേണ്ടെന്ന് വെക്കാൻ വെച്ചാ അതാണ് തന്നെ. അതെ അതെ, അദ്ദേഹം ചിരിയോടെ പറഞ്ഞു. ഗീത അവരെ നോക്കി. അവർ ഒന്നിച്ചിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത കുളിർമയാണ്. ഗീത സന്തോഷത്തോടെ ഓർത്തു. ഇങ്ങനെയാണ് ഇഷാനി അവരുടെ ജീവിതത്തിൽ ഇത്ര ഇമ്പോർട്ടന്റ് ആയത്. തുടരുന്നു. കാത്തിരിക്കൂ.